ഹായ് ഗായ്സ്, നമ്മുടെ എല്ലാ സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് നമ്മളെ ചങ്ങനാശ്ശേരി മാർക്കറ്റിലാണ്. ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്ഫടികം ഷൂട്ട് ചെയ്ത നമ്മുടെ ആടുതോമ ഷൂട്ട് ചെയ്ത മാർക്കറ്റാണ് നമ്മുടെ ചന്ദനക്കുടമാണ്. അപ്പം ചന്ദനക്കുടത്തിൻ്റെ തുടക്ക ഭാഗങ്ങൾ തൊട്ട് അവസാന ഭാഗം വരെ എല്ലാം കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി ചന്ദനക്കുടത്തിൻ്റെ ഫുള്ള് വീഡിയോ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കാണാം. അപ്പോൾ ഇത് ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ആനേനെ മാർക്കറ്റിൽ ഇങ്ങനെ നിരത്തി നിൽക്കുകയാണ്. അതായത് നമ്മുടെ ക്രിസ്ത്യൻ പള്ളീൻ്റെ വാതിക്കൽ, മാർക്കറ്റിലുള്ളൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അതിൻ്റെ വാതിക്കൽ 5 ആനേനെ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ട് ഒരുക്കുന്നൊരു ദൃശ്യമാണ് ഈ കാണിക്കുന്നത്. അതായത് നെറ്റിപ്പട്ടമൊക്കെ കെട്ടി എല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ ലേലം വിളിയൊക്കെ ഉണ്ട് ആനപ്പുറത്ത് കയറാനായിട്ട്. അപ്പം നല്ല എമൗണ്ടിനൊക്കെയാണ് വിളിക്കുന്നത്. അതൊരു നേർച്ചകളാണ് ഈ ആനപ്പുറത്ത് കയറിയിട്ട്. ഈ ആനകൾ രാവിലെ ഇറങ്ങുന്നതാണ്. രാവിലെ ഇറങ്ങി പിന്നെ അവിടെ കുറേ സ്ഥലത്ത് ചന്ദനക്കുടം നടക്കുന്നുണ്ട്, പള്ളി നടക്കുന്നുണ്ട്, അമ്പലത്തിൽ നടക്കുന്നുണ്ട്, ക്രിസ്ത്യൻ പള്ളി നടക്കുന്നുണ്ട്, നമ്മുടെ മുസ്ലിം പള്ളി തന്നെ നടക്കുന്നുണ്ട്. എല്ലാ നമ്മളെ ചങ്ങനാശ്ശേരി പള്ളിയുണ്ട്, നമ്മുടെ എല്ലാ പള്ളിയിലും അമ്പലത്തിലും ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ സ്വീകരണമുണ്ട്. അപ്പം ഇത് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പരിപാടി നടന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ഒരു ലാസ്റ്റ് ഒരു വൈകുന്നേരം 5 മണി, രാവിലെ ഇറങ്ങി കഴിഞ്ഞിട്ട് വൈകിട്ട് 5 മണിയാകുമ്പോൾ ഇത് മാർക്കറ്റിൽ വരും, ചന്തയിൽ വരും, ചങ്ങനാശ്ശേരി ചന്തയിൽ. ആ ചന്തയിൽ വെച്ചിട്ടാണ് പിന്നെ ആനയിൽ ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ. ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെറ്റിപ്പട്ടമൊക്കെ കിട്ടി 5 ആനേനെ ഇങ്ങനെ നിർത്തി അടിപൊളി കാഴ്ചയാണ്. ഇടയ്ക്കൊക്കെ കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ട് ആനകൾ. അപ്പോൾ പാപ്പാൻ നൈസായിട്ട് 2 കല്ലൊക്കെ കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല, കുറുമ്പ് കാണിക്കുന്നതുകൊണ്ടാണ്. പിന്നെ 2 കാലെല്ലാം ഇങ്ങനെ ചങ്ങലയൊക്കെ കൊണ്ട് സെറ്റാക്കി ഇട്ടിട്ടാണ് ഒരുക്കുന്നത്. എങ്ങാനും വല്ല കുസൃതി കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എടുത്ത് ചൂടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കണ്ട ഒരുക്കുന്ന ഒരു ദൃശ്യമാണ്. അപ്പം ചന്ദനക്കുടം കാണാത്തവർ, പോകാത്തവർക്കും മിസ്സാവേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നൈറ്റ് വെളുപ്പിനെ വരെയുള്ള വീഡിയോ ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ കണ്ടാൽ ഇത് കണ്ടില്ലേ, മണിയൊക്കെ കൊണ്ടൊരു മണിമാല കെട്ടുകയാണ് ആനക്ക്. ഇത് കണ്ട അടിപൊളി രസമാണ് കേട്ടോ. ആന അതിനനുസരിച്ച് ഇങ്ങനെ നിന്ന് കൊടുക്കുന്നുണ്ട്. കണ്ട ഇത് കണ്ട കാലൊക്കെ രണ്ടും അടുപ്പിച്ച് ചങ്ങലയിട്ട് വെച്ചിരിക്കുകയാണ്. അടിപൊളി സംഭവമാണ് കേട്ടോ. എല്ലാ ആനക്കും കണ്ട കാലിൽ മറ്റേ എന്താണ് പാദസരം കണക്കത്തെ സംഭവമൊക്കെ ഇട്ട് കൊടുക്കുന്നു. കണ്ട ചങ്ങലേൻ്റെ മേളിൽ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ ചങ്ങലായിരിക്കും കേട്ടോ. ഇത് ഞാനും എൻ്റെ ബീവിയും കൂടെ വീഡിയോ എടുക്കുകയാണ്. ബീവിക്ക് ആനേനെ പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. കണ്ട ഇടയ്ക്ക് സെൽഫി എടുക്കുന്ന സമയത്ത് മാത്രമേ വരത്തുള്ളൂ, അല്ലാത്തപ്പോൾ പുറകിൽ അങ്ങ് അറ്റം പോയി നിൽക്കുന്നുണ്ട്. ഇത് ആനപ്പാപ്പൻ ആനയുടെ പുറത്തുനിന്ന് ഇറങ്ങുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേലം വിളിച്ച് സമയം എത്തിയിട്ടുണ്ട് ആൾക്കാർക്ക് ആനപ്പുറത്തോട്ട് കയറാൻ വേണ്ടി. കുട്ടികളാണ് ചന്ദനക്കുടവും പിടിച്ച് ആനയുടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പം തുടങ്ങുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തത് കേട്ടോ. അടിപൊളി ദൃശ്യങ്ങളാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. കണ്ടോ. അപ്പോൾ അതേ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോൾ കുറച്ചൊരു ആനപ്പുറത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ആനപ്പുറത്ത് കയറുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇനി എല്ലാവരും കയറാണ്ട്. ഇത് കണ്ട ഇത് ചന്ദനക്കുടം പിടിച്ചുകൊണ്ടൊരു ആൾ നിൽക്കുന്നുണ്ട. ഇത് ആനപ്പുറത്ത് കയറുകയാണ്. ആന ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ താത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ കാലിൽ ചവിട്ടി പിന്നെ വാലിങ്ങനെ വളച്ചു കൊടുക്കും. എന്നിട്ട് കാലിൽ ചവിട്ടിയിട്ട് വാലി ചവിട്ടിയാണ് കയറുന്നത്. ഇതിപ്പോൾ ഫ്രണ്ടിൽ കൂടെയാണ് കേട്ടോ ആന കയറുന്നത്. ആന ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് ഫ്രണ്ടിലത്തെ കാല് വെച്ചിട്ട് അതിൽ കൂടെ ഇങ്ങനെ കയറും. കണ്ട അതേ ഒരു കൊച്ചു കൂട്ടിയിരിക്കുന്നത്. അതേ ചന്ദനക്കുടം ആനയുടെ പുറത്തോട്ട് കൊടുക്കുന്നത്. ഇതാ കൊച്ചുമായിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കണ്ട. ഇതാണ്. ഇനി ഇതുമായിട്ട് ഇപ്പോൾ ഒരു വൈകിട്ടൊരു 4-4:30 സമയം 5 മണിക്ക് അടുത്തായി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഇത് നമ്മുടെ പള്ളിയാണ് ചന്തയിൽ. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇനി നമ്മുടെ അമ്പലത്തിലോട്ട് വരുന്നു.
പോലീസ് സ്റ്റേഷനുണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരി. ആ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തോട്ട് വരും. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി രാത്രിയൊക്കെ ആകുമ്പോൾ, രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ചങ്ങനാശ്ശേരി പള്ളിയിലോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്. നമ്മുടെ മുത്തുക്കുടയൊക്കെ നിവർത്തി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആലവട്ടവും വെഞ്ചാമരവും ഇപ്പോൾ തുടങ്ങും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കും ഇത് ചന്ദനക്കുടം കാണാൻ വരാത്തവരുണ്ടല്ലോ, അവർക്ക് മിസ് ചെയ്യരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ ചന്ദനക്കുടം എന്താണെന്ന് എല്ലാവരും അറിയണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ നൈറ്റ് വരെ നിന്നിട്ട് ഈ വീഡിയോ ഫുള്ള് എടുക്കുന്നത്. കണ്ടതേ ആലവട്ടമൊക്കെ കയറ്റി ആനപ്പുറത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ തുടങ്ങും, പരിപാടി തുടങ്ങും. കണ്ടോേ ഇത് കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ. ആലവട്ടവും വെഞ്ചാമരവും വീശി തുടങ്ങി. ഇതിനാണ് പറയുന്നത് ആലവട്ടവും വെഞ്ചാമരവും. ചങ്ങനാശ്ശേരി ചന്തയിൽ നിന്നും അടിപൊളിയൊരു കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആനേനെ കണ്ട ഇനി തിരിച്ച് നിർത്തും. ആനേനെ ഓരോ സൈഡിലോട്ടായിട്ട് ഇങ്ങനെ തിരിച്ച് നിർത്തിയിട്ട് അവിടെ നിന്നും ഈ ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ കാണിക്കും. 4 സൈഡിലോട്ടായിട്ട് ഇങ്ങനെ നാല് സൈഡിലായിട്ട് തിരിഞ്ഞിരിക്കും. എന്നിട്ട് ഇത് ഇനിയിപ്പോൾ ഈ സൈഡിലോട്ട് തിരിഞ്ഞ് നിർത്തിയിട്ട് ഇനി അവിടെ നിന്ന് കാണിക്കും ആലവട്ടവും വെഞ്ചാമരം. അങ്ങനെ ഓരോ സൈഡിലോട്ട് ഇങ്ങനെ തിരിച്ച് നിർത്തി ലാസ്റ്റിൽ ഇങ്ങനെ തിരിച്ചു പോകും. ഇപ്പോൾ ഇതുണ്ടാവും ഇവിടുത്തെ ആലവട്ടം വെഞ്ചാമരം കഴിഞ്ഞിട്ട് ഓരോ ആനകളായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ചന്തയുടെ പുറകെ കൂടെ ഇങ്ങനെ അങ്ങ് പോകും. എന്നിട്ടാണ് ലാസ്റ്റ് ഒരു രാത്രി എല്ലാ വീഡിയോ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കയറി നേർച്ചയൊക്കെ ഉണ്ടെന്ന് എല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഈ ആൾക്കാരെയൊക്കെ പുറത്തിരിക്കൊണ്ട് നേർച്ചയാണ് ഇവർ ഇങ്ങനെ നടക്കുന്നത്. അവർക്ക് നേർച്ചയാണ് ഈ ആനേൻ്റെ പുറത്തിരുന്ന് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിലെത്തത്തുള്ളൂ. ഇതുവരെ ഇതിങ്ങനെ ഈ ആൾക്കാരെയും വെച്ചിങ്ങനെ നടന്നിങ്ങനെ പോകും. ഇത് ആന തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ആനനെ തിരിച്ചു കൊണ്ടുപോകും. പരിപാടി കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകുന്നതല്ല, ഞാനീ പറഞ്ഞ കണക്ക് ആൾക്കാരെയൊക്കെ ഇരുത്തി നേർച്ച പരിപാടിയിലോട്ട് നടക്കുന്നു. കണ്ടത് ആനയൊക്കെ പോയി കഴിഞ്ഞപ്പം ആൾക്കാരൊക്കെ അത് എല്ലാവരും ഇങ്ങനെ പതിയെ തിരിച്ചു പോവുകയാണ്. പിന്നെ ലാസ്റ്റ് എല്ലാവരും കൂടെ ചങ്ങനാശ്ശേരി പള്ളിയിലോട്ട് വരും. അപ്പോഴാണ് ആൾക്കാരെ കണ്ടത്. നമ്മൾ ചങ്ങനാശ്ശേരി പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, അത് ഇടയ്ക്കൊന്ന് പെട്ടെന്നൊരു തല വന്നത് നമ്മുടെ അളിയൻ ചെറുക്കൻ കൂടെയുണ്ട് പുറകിൽ. കണ്ട നമ്മൾ 3 പേരും കൂടെയാണ് പള്ളിയിലോട്ട് പോകണം, ചങ്ങനാശ്ശേരി പള്ളിയിലോട്ട്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ടാണ് വണ്ടി പാർക്ക് ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു രാത്രിയാകും തോറും ജനം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, ഭയങ്കര ജനമായിരിക്കും. അപ്പം നമ്മളിത് നേരെ പുത്തൂർ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചങ്ങനാശ്ശേരിയിലെ ഫേമസ് പള്ളിയാണ് പുത്തൂർ പള്ളി. അങ്ങോട്ടുള്ള ഒരു വാതിലാണ് ഇത് ഇതിലേക്കൂടെയുള്ള. അപ്പോൾ അവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അടിപൊളിയായിട്ട് അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുന്ന ഒരേ കാഴ്ചകളുണ്ടല്ലോ, ഒത്തിരി കടകളും പിന്നെ ഇങ്ങനെ വയ്യാത്തവരൊക്കെ പള്ളീൻ്റെ വാതിൽക്ക് ഇരിപ്പുണ്ട്. പള്ളിയിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ കാണാം. ഭയങ്കര സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടോ. ഇതേ കണ്ടോ, ഇത് പള്ളിയിലോട്ട് കയറുമ്പോൾ തന്നെ കാണാം DJ സെറ്റപ്പിലെ കണക്ക് ലൈറ്റൊക്കെ ഇങ്ങനെ കത്തുന്നത്. അത് നമുക്ക് ഒത്തിരി ലോങ് റോഡിൽ നിൽക്കുമ്പോൾ തന്നെ കാണാം കേട്ടോ, ആകാശത്തോട്ട് ഇങ്ങനെ വെട്ടമൊക്കെ അടിക്കുന്ന. അപ്പോൾ ഇത് അകത്തോട്ട് കഴിഞ്ഞ വർഷം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പരിപാടിയായിരുന്നു, DJ പരിപാടിയും പാട്ടും അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പ് പരിപാടിയായിരുന്നു. പക്ഷേ ഈ വർഷം കുറേയൊക്കെ കുറച്ച് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളി കമ്മിറ്റിക്കാരൊന്നും സമ്മതിച്ചില്ല, പള്ളി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ പാട്ടും പരിപാടികളൊക്കെ ഒരു ഇതൊക്കെ ഒഴിവാക്കിയത്. شوفك انا متى عيني الشوق نار وهجاء في قلبي هاي 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 هاي
خد بحبك راح انفرد انا من اللي فيها അങ്ങനെ പള്ളിയിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടിട്ട് അവിടെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്. സ്റ്റേജിൻ്റെ അങ്ങോട്ട് നടന്ന് നീങ്ങുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ടോയ്സൊക്കെ വയ്ക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. അപ്പോൾ ഇത് കണ്ട തലയിൽ കൊമ്പൊക്കെ വെച്ചിട്ട് നിൽക്കുകയാണ്. കണ്ട പള്ളിയിൽ ആ ഒരു ഭംഗി നോക്കിക്കുക. അങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് ഗൾഫിലത്തെ പള്ളികളുടെയൊക്കെ ഒരു സെറ്റപ്പ് കണ്ട. കാരണം ജനമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജനം ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10 മണിക്ക് അടുത്തായിട്ടുണ്ട്. 10 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആൾക്കാർ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ വെളുക്കാറാകുമ്പോഴത്തേക്ക് എന്തോരം ജനം ഉണ്ടാകുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ട നമ്മൾ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നല്ലൊരു അത്തറ് കടയാണ്. തുടക്കം തന്നെ അവിടെ കട സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ട നല്ല ഭംഗിയുള്ളൊരു ഉസ്താദാണെന്ന് തോന്നുന്നു. ഇത് കണ്ട നമ്മൾ ഒത്തിരി പൊരിക്കടകളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം സെറ്റ് ചെയ്തിട്ട് ആൾക്കാർ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. കച്ചവടം തുടങ്ങിയിട്ടില്ല. കണ്ട എല്ലാവിധ ഐറ്റംസും ഉണ്ട്. നമ്മുടെ കോഴിക്കോടൻ ഹലുവ ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഹലുവ ഉണ്ട്. കണ്ട എല്ലാം ടിന്നിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ആൾക്കാർ വന്നാൽ മാത്രം മതി. കോഴിക്കോടൻ ഹൽവ കണ്ട. പിന്നെ ഇത് അപ്പുറത്തോട്ട് നീങ്ങുമ്പോൾ തന്നെ നല്ല കുലുക്കി സർബത്ത് കടയുണ്ട്. എന്താണ് നല്ല കണ്ട ഒത്തിരി ഫ്ലവേഴ്സൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇതുണ്ട ഈ ഒരു ചെടി വെള്ളത്തിയിടുമ്പം ഇതുണ്ട്. പിന്നെ അപ്പുറത്തോട്ട് നീങ്ങിയപ്പം മറ്റേ കടലയൊക്കെ ഈ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞിട്ട് ടൊമാറ്റോ സോസൊക്കെ എനിക്കൊന്ന് മസാലപ്പൂരി മസാലക്കടല അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കണ്ട. പിന്നെ ഇത് കണ്ട കുറേയൊക്കെ നടങ്ങി നീങ്ങിയപ്പോൾ എൻ്റെ പൊണ്ടാട്ടിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റേ റൂഹഫ്സ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് മേടിച്ചു കൊടുത്ത് ഇജ്ജ് ദാഹം മാറോളം കുടിച്ചോളി എന്ന് പറഞ്ഞു കണ്ട. എന്നിട്ട് ഒറ്റയ്ക്ക് ഇന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കുടിക്കുകയാണ്. അവരുടെ ആ ഫ്ലെക്സിൽ തന്നെ ഇരിക്കുന്ന ചൂടിലെ മൂട് മാറാൻ തണുത്ത വെള്ളം കുടിക്കാൻ കണ്ട. എന്നിട്ട് ഒത്തിരി ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. ഒരു ബക്കറ്റിൽ തണ്ണിമത്തങ്ങ സെറ്റാക്കി പിടിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ മുന്തിരിയൊക്കെ വേവിച്ച് ജ്യൂസ് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ തണ്ണിമത്തൻ മിൽക്ക് റൂഹഫ്സ. ആ റൂഹഫ്സ 40 രൂപ ഉള്ളൂ. പക്ഷേ ക്വാളിറ്റി കുറവാണ് എന്ന് പറയാം. Thank you. Very good. എങ്ങനെയിരിക്കുന്നു മോനെ? Thank you. കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് ഈ സ്റ്റാളിൽ. മനുഷ്യന്റെ ശരീരത്തിലെ ധർമ്മങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തിയാൽ ഇത്രത്തോളം മഹത്തരമായ ഒരു സൃഷ്ടി വേറെ ഇല്ല എന്ന് കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രഗത്ഭമായ ഒന്നാണ് നമ്മുടെ കിഡ്നി. 10 ലക്ഷം ചോർപ്പുകളാണ് അതിനകത്ത് സംവിധാനിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശസ്തമായ ഡയാലിസിസ് മെഷീനാണ് ഇത് നമ്മൾ ഉൾക്കൊള്ളുന്ന ഗാലക്സിയുടെ ക്ഷീരപഥം മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി. ഇതിൽ 30,000 കോടി നക്ഷത്രങ്ങളുണ്ട് നാം ഉൾക്കൊള്ളുന്ന ഗാലക്സിയിൽ തന്നെ. അതുപോലത്തെ 30,000 ഗാലക്സികൾ ഇതുവരെ മനുഷ്യൻ ഐഡൻറ്റിഫൈ ചെയ്തു. അതെല്ലാം ഒരു സമയത്ത് ഒരൊറ്റ പിണ്ഡമല്ല, ഒരൊറ്റ മാസമായിരുന്നു. അതൊരു ബിഗ് ബാങ്ങിലൂടെ, ഒരു മഹാസ്ഫോടനത്തിലൂടെയാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് വികസിച്ചുകൊണ്ടേ ഇരിക്കുന്നുമുണ്ട്. ഈ ശാസ്ത്രസത്യം പോയ നൂറ്റാണ്ടിലാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത്.
എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ വചനത്തിൽ പ്രപഞ്ച സൃഷ്ടിപ്പിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നു. അതുപോലെ 51-ാമത്തെ അധ്യായത്തിൽ 69-ാമത്തെ വചനത്തിൽ പ്രപഞ്ച വികാസത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നു. അതായത് മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് കൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സഞ്ചരിക്കേണ്ട പാത വ്യക്തമാണെന്നും പറഞ്ഞിട്ടുണ്ട്. ആ സഞ്ചരിക്കേണ്ട പാതയിൽ ധാരാളം പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. ധാരാളം അപകടങ്ങളുണ്ട്, ധാരാളം തിന്മകളുണ്ട്. ആ തിന്മകളൊക്കെയാണ് ഈ ലൈനെന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈനിൽ ടച്ച് ചെയ്യാതെ വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ക്ഷമയോടുകൂടി വളരെ സ്ഥാനത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകണം. ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യം കൂടാൻ പറയുന്നുണ്ട്. സഞ്ചരിക്കേണ്ട പാത വ്യക്തമാണെന്ന് പറയുന്നുണ്ട്. ആ പാതയ്ക്കിടയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ക്ഷമയോടുകൂടി നേരിടണം. അതോടൊപ്പം തന്നെ തെറ്റുകളുണ്ടാവാം. ആ തെറ്റുകളിൽ നിന്നുമെല്ലാം അകന്ന് നമ്മൾ സഞ്ചരിക്കണം. അപ്പോൾ ഈ നടുക്കുള്ള ആ ഒരു ഗ്യാപ്പാണ് നമുക്ക് സഞ്ചരിക്കാനുള്ള ഇടം. ആ തെറ്റുകൾ സംഭവിക്കാതെ മുമ്പോട്ട് പോകണമെങ്കിൽ ധാരാളം പ്രയാസങ്ങളും നേരിടേണ്ടി വരും. നമുക്ക് ലക്ഷ്യം മുമ്പോട്ട് പോകണമെങ്കിൽ ധാരാളം ക്ഷമ നേരിടേണ്ടി വരും, അറിവ് നേരിടേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ എത്രത്തോളം തെറ്റുകൾ കുറഞ്ഞു നിൽക്കുന്നുവോ അവർക്കായിരിക്കും നാളെ സ്വർഗത്തിൽ ഉന്നത പദവി ലഭിക്കുക. എത്രത്തോളം ടച്ച് കുറയുന്നുവോ അതനുസരിച്ച് സ്വർഗത്തിൽ പടവുകൾ, സ്വർഗത്തിന് 100 തട്ടുകളുണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും ഉയർന്ന ജന്നാത്തുൽ ഫിർദൗസിലാണ് പ്രവാചകം ഉണ്ടാവുക. അവിടെ എത്തണമെങ്കിൽ എരിഞ്ഞിറങ്ങുന്ന ഒരു ഇതുണ്ട്, രസപദാർത്ഥങ്ങൾ. ഈ രസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഈ അന്താരാഷ്ട്ര മാർക്കറ്റ്, ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഡ്രഗ്സ് നമ്മുടെ ലൈഫ് ടൈം സ്പോയിൽ ചെയ്ത് കഴിഞ്ഞു. ഒരു പോയിന്റ് എങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ നശിപ്പിച്ച് കളയും. ഒരു പോയിന്റ് എങ്കിലും ഷോർട്ട് പീരീഡിൽ ഡ്രഗ്സ് നമ്മളെ നശിപ്പിക്കുന്നു, ലോങ് പീരീഡിൽ മദ്യം നമ്മളെ നശിപ്പിക്കുന്നു. അപ്പൊ അത് രണ്ടും ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇവിടെ ഉണ്ടാ മുല്ലക്കേ പോയില്ലേ? അങ്ങനെ ഗൈസ് നമ്മൾ രണ്ടുപേരും കൂടെ ചങ്ങനാശ്ശേരി പള്ളീൻ്റെ പുറകിലുള്ള സ്റ്റേജിൻ്റെ വാതിക്കലിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗാനമേള സംഘങ്ങൾ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗാനമേള തുടങ്ങും. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാൻ നോക്കിയോ. 122ാമത് ചന്ദനക്കൂട് ദേശീയ ആഘോഷത്തിന്റെ 2ാം ദിവസമായ സുപ്രധാന ദിവസമായ ഇന്ന് ആദ്യ കലാപരിപാടി ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങളുടെ ഏവരുടെയും ആത്മാർത്ഥമായ സഹകരണം, പ്രോത്സാഹനം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഹലോ, അതിന് മുമ്പായി ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ആ ബാരിക്കേഡിൽ കയറിയിരിക്കുന്ന സുഹൃത്തുക്കൾ സ്നേഹബുദ്ധിയ അവിടെ നിന്നും ദയവായി ഇറങ്ങി വിശാലമായ ഭാഗങ്ങളിൽ ഇരിക്കുവാനായി അറിയിക്കുന്നു. ബാരിക്കേഡിൽ ഇരുന്ന് പരിപാടി കാണുവാൻ അനുവദിക്കുന്നതല്ല, വിശാലമായ മൈതാനത്തിലേക്ക് കടന്നിരിക്കുവാനായി അറിയിക്കുകയാണ്. ബാരിക്കേഡിൽ ഇരിക്കുന്ന സുഹൃത്തുക്കൾ പ്രത്യേകം പോലീസ് അധികാരികൾ അറിയിക്കുകയാണ്. ദയവായി എല്ലാവരും അവിടെ ഇരുന്ന് ഈ പരിപാടി കാണണമെന്ന് അറിയിക്കുകയാണ്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ശുഭദിനം, ശുഭരാത്രി നേരുകയാണ്.
പുതുർപ്പള്ളി മുസ്ലിം ജമാഅത്ത് 222ാമത് ചന്ദനക്കുടം ദേശീയ ആഘോഷം 2023, മാനവ മൈത്രി സംഗമം 2023 എന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ കലാസ്നേഹികളെയും 5 ഇവന്റ്സ് ഒരുക്കുന്ന ഈ ഒരു മെഗാ ഗാനമേളയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. شوفك انا متى عيني الشوق نار وهجاب قلبي يمكن انا اخبي حبك انا حليم فراق انا من اللي فيها
അങ്ങനെ ഗൈസ് നമ്മൾ പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അപ്പം അവൾ പറഞ്ഞൊന്ന് പള്ളീൻ്റെ ഫ്രണ്ടിലോട്ട് പോകണമെന്ന്. അങ്ങനെ ഞാനും പൊണ്ടാട്ടിയും കൂടെ പള്ളിയുടെ ഫ്രണ്ടിലോട്ട് വന്ന് അവിടെ കുറച്ച് എനിക്ക് ഭയങ്കര ക്രൗഡ്, ഒരു രക്ഷയില്ല, അവിടെ ഒന്നും നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പള്ളീൻ്റെ ഫ്രണ്ടിലോട്ട് വന്നത്. അവിടെ ഭയങ്കര ബഹളവും ഡാൻസും ഇടിയും പിന്നെ പോലീസുകാരുടെ ലാത്തി ചാർജും എല്ലാം കൊണ്ട് അവിടെ നിന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഞാനും അവളും കൂടെ നേരെ പള്ളീൻ്റെ ഫ്രണ്ടിലോട്ട് വന്നതാണ്. ഇപ്പം പള്ളിയുടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അവിടെ ചെറിയ തിരക്കൊക്കെ ഒഴിവുണ്ട് കേട്ടോ. പള്ളിയിൽ ലൈറ്റർ ഏജൻസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, മുട്ടൻ DJയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സെറ്റപ്പാണ്. അങ്ങനെ ഗാനമേളയൊക്കെ നടക്കുന്ന അവിടെ ഭയങ്കര അടിയും ബഹളവും, പോലീസുകാരുടെയൊക്കെ അടിയൊക്കെ കൊടുക്കുന്ന ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഞാനും പൊണ്ടാട്ടിയും കൂടെ പുത്തൂർ പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. എന്തായാലും നല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പരിപാടിയും പള്ളിയിലെ ലെറ്റർ ഏജൻസ്. ഇതാണ് പുത്തൂർ പള്ളി എന്ന് പറയുന്ന പുത്തൂർ പള്ളി ജുമാ മസ്ജിദ്, ഫേമസ് ആണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.